Hi, hello everyone. Welcome to Aifer Education, India's first happy learning ecosystem. നമ്മൾ എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഫൈനൽ ആൻസർക്ക് വന്നു. സോ ഇന്ന് എക്സാമിൻ്റെ റിസൾട്ട് വരും, നാളെ വരും. അതങ്ങനെ വലിയൊരു ആൻറ്റിസിപ്പേഷനിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ആണ്. സോ ഏറ്റവും അടുത്ത ഡേയ്സിൽ തന്നെ നമുക്ക് എക്സാംസിൻ്റെ റിസൾട്ട്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ എക്സാംസിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തു, എക്സാമിൻ്റെ റിസൾട്ട് വന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്. വാട്ട് ഈസ് ഓവർ, ഇറ്റ് ഈസ് ഓവർ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ. നെക്സ്റ്റ് എക്സാമിലേക്ക് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഡിസംബറിൽ തന്നെ നമുക്ക് അടുത്ത സെഷൻ വരുന്നുണ്ട്. സോ ഡിസംബർ ബിഗിനിങ്ങിൽ നടന്നില്ലെങ്കിൽ പോലും ഡിസംബറിൻ്റെ എൻഡിലേക്ക് എന്തായാലും നമുക്ക് ആ ഒരു സെഷൻ്റെ ആ ഒരു ബാച്ചിൻ്റെ എക്സാം എന്തായാലും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ദി തിങ് ഈസ് ദാറ്റ് അപ്പോഴേക്ക് നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു എക്സാം കഴിഞ്ഞു, അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നു, ഒരുപാട് ചേഞ്ചസോട് കൂടിയിട്ട് ഫൈനൽ ആൻസർക്ക് വന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എക്സാംസിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് എക്സാമിന് വാട്ട് വി ക്യാൻ ഡു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് പ്രൈമോസ്റ്റ് തിങ് എന്ന് പറയുന്നത്. സോ ആൻഡ് ബിഫോർ ദാറ്റ് ഗോയിങ് ടു ദി ടോപ്പിക്, നമ്മൾ ഒരു നെറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ NTA നെറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഓൾ തിങ്സ് ഓർ വാട്ട് ഓൾ ടെക്സ്റ്റ് വി മസിൻ മിക്സ്. ഒരിക്കലും നമ്മൾ മിസ്സാക്കാത്ത കുറച്ച് ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, നമ്മളിത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് ലോസ് ആവും എന്നുള്ള നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പോയിന്റ്സ് നോട്ട് ചെയ്തിരിക്കേണ്ട, സമ്മറി വായിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് കവർ ചെയ്യേണ്ട ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് വളരെ ഷോർട്ടായിട്ട് നമ്മളിന്ന് നോക്കുന്നത്. സോ എല്ലാ ടെക്സ്റ്റുകളും ഡീൽ ചെയ്യാനുള്ളൊരു ടൈം ലിമിറ്റേഷൻ നമുക്കുണ്ട്. സോ ദാറ്റ് നമ്മൾ വളരെ കുറച്ച് ടെക്സ്റ്റുകൾ, നമ്മൾ മിസ്സാക്കേണ്ട കുറച്ച് ടെക്സ്റ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എക്സാംസ് വെയിറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ എക്സാംസ് വെയിറ്റിംഗ് ആയ സമയത്ത് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ JRF ട്രാക്കിൻ്റെ ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. നമ്മൾ ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. സോ നമ്മളുടെ എക്സാംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രൂഫാണ് എയ്ഫറിൻ്റെ ഇത്രയും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നെറ്റ് JRF ഹോൾഡേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എയ്ഫർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏറ്റവും കൂടുതൽ നെറ്റ് JRF ഹോൾഡേഴ്സ് വരുന്നൊരു ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റിൽ ഓൺഗോയിങ് ആണ്. സോ ഡിസംബർ ബാച്ചിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസ് ആണ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, വാട്ട് ഐ ക്യാൻ ഗിവ് ഫോർ യു. സോ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 9 to 9 നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെൻറ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, നിങ്ങൾക്ക് മോർ ദാൻ 10,000+ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, 10,000+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് PYQs ആയിട്ടും ഡെയിലി, വീക്ക്ലി, മന്ത്ലി, അല്ലെങ്കിൽ ARF എന്നൊക്കെ ഒരുപാട് പേരിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും പ്ലസ് എക്സ്പ്ലനേഷൻസും ആൻസേഴ്സും അതൊക്കെ തന്നെയും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സും എല്ലാം തന്നെ എയ്ഫറിൽ അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ നമുക്ക് JRF ക്ലബും PYQ ഡിസ്കഷനും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എയ്ഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ഉടനെ തന്നെ ഈ ഒരു JRF ട്രാക്കിൻ്റെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്, ഏറ്റവും ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ ഒരുപാട് ഓഫേഴ്സും എയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റുഡൻസിന് 10% ഓഫർ ഉണ്ട്. മദർ ആണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എയ്ഫറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും എല്ലാ റിസൾട്ട്സും വരുന്ന സമയത്ത് നമുക്ക് മദേഴ്സാണ് ഏറ്റവും കൂടുതൽ നെറ്റ് JRF ഹോൾഡേഴ്സായിട്ട് വരാറുള്ളത്. സോ നമ്മളുടെ ഒരു വലിയ പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മദേഴ്സിന് നമ്മൾ 20% ഓഫറും, ഇനി ഇൻ കേസ് ഒരു ഗ്രൂപ്പ് ജോയിനിങ് ആണ്, നിങ്ങൾ പഠിക്കുന്നവർ ഒരുമിച്ചോ അല്ലെങ്കിൽ കൊളീഗ്സ് ഒരുമിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫറും, ഇൻ കേസ് യു ആർ ആൻ അലുമിനി ഓഫ് ഐഫർ നിങ്ങൾക്ക് 35% ഓഫറും അവൈലബിൾ ആണ്. ഫീൽ അത്രയും ഒരു ഡിഡക്ഷനോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഡോണ്ട് മിസ് ഇറ്റ് എനി കോസ്റ്റ്. സോ ഇതൊന്നും കൂടാതെ നമ്മൾ ഫ്രീ ആയിട്ട് ലേണിംഗ് മെറ്റീരിയൽസും, ഫ്രീ ആയിട്ട് ക്ലാസ്സസ്, ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻസ്, ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ, ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് ഗ്രൂപ്പുകളും ഉണ്ട്. പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും QR കോഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും അവൈലബിൾ ആയിട്ട് കിട്ടും. സോ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് എയ്ഫറുമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇതൊന്നും കൂടാതെ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ട താഴെ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എയ്ഫറിൻ്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സോ എവറിത്തിങ് ഈസ് ഹിയർ. ജസ്റ്റ് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞു, നമ്മൾ മിസ്സാക്കരുതാത്ത കുറച്ച് ടെക്സ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. നമ്മളൊരു സെക്കൻഡ് സെഷൻ നമുക്ക് നെക്സ്റ്റ് ലൈവിൽ ഡീൽ ചെയ്യാം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു 10 to 20 ടെസ്റ്റുകൾ നമുക്കിന്ന് പറയാം. ഏതൊക്കെ ടെക്സ്റ്റുകളാണ് നിങ്ങൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ടത്, മസ്റ്റായിട്ട് നിങ്ങൾ സമ്മറി വായിക്കേണ്ടത്, മസ്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ അതർ ബാക്ക്ഗ്രൗണ്ട്, അതർ ഡീറ്റെയിൽസ് അബൌട്ട് ദി ഓതർ, അല്ലെങ്കിൽ വിച്ച് ഓൾ അവാർഡ്സ് ഇറ്റ് ഗോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഏതൊക്കെ ടെക്സ്റ്റുകൾ, മിസ്സാക്കരുതാത്ത ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് വാട്ട് വി ആർ ഡിസ്കസിങ് ടുഡേ. ആൻഡ് ബിഗിനിങ് വിത്ത് ദി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് UGC
യുലീസസ് ബൈ ജെയിംസ് ജോയ്സി. ഇതിലൊരു വലിയ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. യുലീസസ് ബൈ ജെയിംസ് ജോയ്സി, പബ്ലിഷ്ഡ് ഫ്രം 1918 to 1920. 1918 ആക്ച്വലി ഇത് സീരിയലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത്. ലേറ്റർ ഓൺ ജെയിംസ് ജോയ്സീസ് 40th ബർത്ത്ഡേ ഇറ്റ് വാസ് പബ്ലിഷ് ആസ് എ ഹോൾ. ആ സീരിയലൈസ് ചെയ്ത് എല്ലാം കൂടി ഹോളായിട്ട് പബ്ലിഷ് ചെയ്തു. എനിഹൗ മോഡേണിസ്റ്റ് നോവൽസിൻ്റെ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ഫിക്ഷൻ്റെ ഒരു ഫോർ റണ്ണർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പ്രൈം വർക്ക് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന വർക്കാണ് യുലീസസ് എന്ന് പറയുന്നത്. പക്ഷേ യുലീസസ് പഠിക്കുന്ന സമയത്ത് ഒരു മോസ്റ്റ് തിങ്സ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജെയിംസ് ജോയ്സിയുടെ വർക്ക്സിലെല്ലാം തന്നെ ഗ്രീക്ക് എല്യൂഷൻസ് ഉണ്ട്, ബിബ്ലിക്കൽ എല്യൂഷൻസ് ഉണ്ട്. ഈ ഗ്രീക്ക് എല്യൂഷൻസും ബിബ്ലിക്കൽ എല്യൂഷൻസും നോക്കി വെക്കുക. അതുപോലെ തന്നെ യുലീസസിൻ്റെ മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത് അതൊരു സിംഗിൾ ഡേയിൽ നടക്കുന്ന ഒരു വർക്കാണ്. 16th ഒരു സിംഗിൾ ഡേയിലെ പ്ലോട്ടാണ് ഈ ഒരു യുലീസസ് എന്ന് പറയുന്നത്. സോ 16th June 1904 ഈ ഒരു സിംഗിൾ ഡേ ലൈഫ് ഓഫ് 3 ഡബ്ലിനേഴ്സ്, 3 ഡബ്ലിൻ ലൈഫാണ്. ആസ് ജെയിംസ് ജോയ്സി വാസ് എ ഡബ്ലിനർ, ഇറ്റ് പോർട്രേസ്ഡ് അബൌട്ട് 3 ഡബ്ലിനേഴ്സ്, 3 ഡബ്ലിനേഴ്സിൻ്റെ ലൈഫാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് ലിയോപാർഡ് ബ്ലൂം ഒക്കെ 3 പേരെ, മോളി ബ്ലൂം ആൻഡ് സ്റ്റീഫൻ ഡിഡാലസ്, അങ്ങനെ 3 പേരുടെ ലൈഫാണ് പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ യുലീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒഡീസിയസ്. ഒഡീസിയസിൻ്റെ ലാറ്റിനൈസ്ഡ് നെയിമാണ് ഒഡീസിയസിൻ്റെ ലാറ്റിനൈസ്ഡ് നെയിമാണ് യുലീസസ് എന്ന് പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് പെനലപ്പി ക്യാരക്ടർ ഉണ്ട്, യുലീസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒഡീസിയസ് ഉണ്ട്, അതേപോലെ തന്നെ ടെലിമാക്കസ് ഉണ്ട്. ടെലിമാക്കസ് സണ്ണ് യുലീസസിനെ അല്ലെങ്കിൽ ഒഡീസിയസിനെ തിരഞ്ഞിറങ്ങുകയാണ്. സോ അതേപോലെ തന്നെ ഒരു സ്ട്രക്ചറിലാണ്, ആ ഒരു ഹോമറിക് രീതിയിലാണ് യുലീസസും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നോക്കി വെക്കുക. അതേപോലെ തന്നെ എത്ര ഒരു കളക്ഷനാണ്, സോ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ ഏത് ഡേ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വൺസ് അഗെയിൻ മെൻഷൻ ചെയ്തു 16th June 1904 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3 ക്യാരക്ടേഴ്സ്, അവരുടെ ലൈഫ് സ്ട്രക്ചർ, ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ളൊരു ക്യാരക്ടർ ജെയിംസ് ജോയ്സിയുടെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓൾട്ടർ ഈഗോ എന്നുള്ള രീതിയിലാണ് ഈ പോർട്രേറ്റ് സ്റ്റീഫൻ ഡിഡാലസ്. അതുപോലെ തന്നെ നമ്മൾ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ളൊരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ ചില റൈറ്റേഴ്സിൻ്റെ കേസിൽ ഒരു ക്യാരക്ടർ തന്നെ ഒരു ടൈറ്റിലെ ക്യാരക്ടർ തന്നെ മറ്റ് നോവൽസിലും വരാറുണ്ട്. ഇപ്പോൾ വേസ്റ്റ്ലാൻഡിൽ അങ്ങനെ വരുന്നിട്ടുണ്ട്. സ്വീനി എഗോണിസ്റ്റസ്, സ്വീനി എന്നുള്ള ക്യാരക്ടർ ദി വേസ്റ്റ്ലാൻഡിലും വന്നിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം സ്വീനി എഗോണിസ്റ്റസിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ മാർലോ മറ്റ് നോവൽസിലും വന്നിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെയും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി ബൈ എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് ഇൻ 1925. ഓക്കെ, 1925 പബ്ലിഷ് ചെയ്ത വർക്കാണ് ഈ ഒരു ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വർക്കാണ്. സോ ആ ഒരു ജാസ് ഏജിൽ ന്യൂയോർക്ക് സിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. സോ ആക്ച്വലി ഇറ്റ് ഡെപിക്ട്സ് എ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് നിക്ക്, മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിക്ക് കാരവേ ആണ്. അതുപോലെ തന്നെ ജെ ഗാറ്റ്സ്ബി ഹീസ് എ മിസ്റ്റീരിയസ് മില്യനെയർ ആണ് ഈ ഒരു ഗാറ്റ്സ്ബി എന്ന് പറയുന്നത്. ഗാറ്റ്സ്ബിയുടെ ഹിസ് ഒബ്സഷൻ ടു റീയുണൈറ്റ് വിത്ത് ഹിസ് എക്സ് ലവറിൻ്റെ ഡെയ്സി ബുച്ചാനനുമായിട്ട് റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടുത്ത ഒബ്സഷനാണ് അതിൻ്റെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിംഗ് എന്ന് പറയുന്നത് ജാസ് ഏജിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നോവലാണ് ഗ്രേറ്റ് ഗാറ്റ്സ്ബി. സോ അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെറ്റിങ് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ദിസ് ഈസ് സെറ്റ് ഇൻ ന്യൂയോർക്ക് സിറ്റി. അതുപോലെ തന്നെ ഒരുപാട് അമേരിക്കൻ വർക്ക്സ് അങ്ങനെ വരാറുണ്ട്, ഇന്ത്യൻ വർക്ക്സ് അങ്ങനെ വരാറുണ്ട്. ഇപ്പം നമ്മൾ നോർമലി നോക്കുന്ന വർക്ക്സ് ഉണ്ട്, ചില വർക്ക്സ് ഒക്കെ തന്നെയും ഇപ്പം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പോലുള്ള വർക്കൊക്കെ തന്നെയും അതിൽ സെറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മേജർ പ്ലേസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. So next one comes the portrait of the artist as a young man, published in 1916. ജെയിംസ് ജോയ്സിയുടെ വർക്ക് തന്നെയാണ്. സോ അതിൽ വരുന്ന സമയത്ത് നമുക്കറിയാം മോഡേണിസ്റ്റ് ഫിക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ജെയിംസ് ജോയ്സിയുടെ വർക്ക്സ് എന്ന് പറയുന്നത്. സോ എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ പബ്ലിഷ്ഡ് ഇൻ 1916. സോ ദി വർക്കിംഗ് ടൈറ്റിൽ വാസ് ആക്ച്വലി സ്റ്റീഫൻ ഹീറോ എന്നുള്ളതായിരുന്നു അതിൻ്റെ വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ലേറ്റർ ഓൺ ആണ് ജെയിംസ് ജോയ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ്സ് എ ക്വിൻസിൽ റോമൻ. അത് ഏത് റോണർ ആണെന്നുള്ളത് നോക്കി വെക്കുക. ചിലത് ബിൽഡങ്സ് റോമൻ ആയിരിക്കും, ചിലത് ക്വിൻസിൽ റോമൻ ആയിരിക്കും, ചിലത് പിക്കാരസ് നോവൽസ് ആയിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആക്ച്വലി ഇറ്റ്സ് എ ക്വിൻസിൽ റോമൻ. ആർട്ടിസ്റ്റിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണെന്ന് പറയുന്നത്. സോ ആ ഒരു സ്പിരിച്വൽ ജേർണിയാണ് ഓഫ് സ്റ്റീഫൻ ഡിഡാലസ്. അതിലും യു ക്യാൻ സി ഹോമറിക് ഡിവിഷൻസിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദർ ആർ ഇല്യൂഷൻസ് ലൈക്ക് ഡിഡാലസ് എന്നുള്ള ഒരു മിത്തിക്കൽ എല്യൂഷനൊക്കെ തന്നെയും ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ കംസ് ലൊലീത ബൈ വ്ളാദിമിർ നബോക്കോവ്. സോ വളരെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ലളിത ബൈ വ്ളാദിമിർ നബോക്കോവ് എന്ന് പറയുന്നത്. സോ ലളിത ഈസ് എ നോവൽ പബ്ലിഷ്ഡ് ഇൻ 1955 ആൻഡ് ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ഹീബോഫീലിയ. ഹീബിഫീലിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ്. ഇത് എപ്പോഴും ഹീബിഫീലിയ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇതിലെന്ന് പറയുന്നത് ലളിത ബൈ വ്ളാദിമിർ നബോക്കോവ്. വ്ളാദിമിർ നബോക്കോവ് വാസ് എ റഷ്യൻ അമേരിക്കൻ റൈറ്റർ ഓർ റഷ്യൻ അമേരിക്കൻ നോവലിസ്റ്റ്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ഇതിലൊരു ഫ്രഞ്ച് പ്രൊഫസറാണ്. ആൻഡ് ദി ഫ്രഞ്ച് പ്രൊഫസർ അയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി റൈറ്റ്സ് അണ്ടർ ദി അനോണിമസ് നെയിം ഓർ അണ്ടർ ദി പെൻ നെയിം ഹംബർട്ട് എന്നുള്ളൊരു പെൻ നെയിമിലാണ് എഴുതുന്നത്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ഒരു സ്റ്റെപ്പ് ഫാദർ റോളിൽ ഹി അബ്യൂസസ് എ ലിറ്റിൽ ഗേൾ, ഒരു ലിറ്റിൽ ഗേളിന്. അതാണ് ഹെബിഫീലിയ നമ്മളിവിടെ അതിൻ്റെ പ്ലോട്ട് നോട്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റെപ്പ് ഫാദർ എന്നുള്ള റോളിൽ നിന്നോട്ട് ഹി അബ്യൂസസ് എ ലിറ്റിൽ ഗേൾ. ആ ലിറ്റിൽ ഗേളിനെ അയാൾ പ്രൈവറ്റ് ആയിട്ട് വിളിക്കുന്ന നെയിമാണ് ലളിത എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ടൈറ്റിൽ, ആ ക്യാരക്ടർ അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലളിത എന്ന് വെച്ചാൽ 12-year-old ഗേൾ, 12 വയസ്സുള്ള കുട്ടിയാണ്. ആക്ച്വലി ഇത് ഇത് യു എസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹി ഈസ് എ റഷ്യൻ അമേരിക്കൻ ഓതർ ആൻഡ് ഇറ്റ് വാസ് നോട്ട് പബ്ലിഷ് ഇൻ ദി യു എസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് സെൻസർഷിപ്പ് ഇഷ്യൂസ്. പിന്നീട് ലേറ്റർ ഓൺ ആണിത് യു എസിൽ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും നൊട്ടോറിയസ് ആയിട്ടൊരു വർക്കാണ് ലളിത എന്ന് പറയുന്നത്. ദെൻ കംസ് ബ്രേവ് ന്യൂ വേൾഡ് ബൈ ആൽഡസ് ഹക്സ്ലി ഇൻ 1932 വർക്കാണ് ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ഇറ്റ്സ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെയുള്ള റോണേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇറ്റ്സ് എ ഡിസ്റ്റോപ്പിയൻ വർക്ക്. ഡിസ്റ്റോപ്പിയൻ നോവലാണ് ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേവ് ന്യൂ വേൾഡ് ബൈ ആൽഡസ് ഹക്സ്ലി. സോ ദി തിങ് ഈസ് ദാറ്റ് എപ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ 1984 ആനിമൽ ഫാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്സ്, H.G. വെൽസിൻ്റെ വർക്ക്സ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂ വിമൻ നോവൽ, അങ്ങനെ പല കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 കാറ്റഗറീസാണ്. ഒന്ന് ഉട്ടോപ്പിയൻ ആൻഡ് ഡിസ്റ്റോപ്പിയൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാർ നോവൽസ് ആൻഡ് പോസ്റ്റ് വാർ നോവൽസ് ഓർ ആൻറ്റി വാർ നോവൽസ്. ഇതൊക്കെ എപ്പോഴും UGC സ്ഥിരമായി ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഈ ഒരു ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ. ഡിസ്റ്റോപ്പിയൻ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഉട്ടോപ്പിയൻ പോലെയല്ല, കംപ്ലീറ്റ്ലി എല്ലാം മോശാവസ്ഥയിൽ കാണുന്നൊരു വർക്കിനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം വേഴ്സ്റ്റ് ആവാമോ അത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ട് കാണുന്ന വർക്ക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റോപ്പിയൻ എന്ന് പറയുന്നത്. സോ ഡിസ്റ്റോപ്പിയൻ ഇതിലെ പ്രത്യേകത എന്താ, ഏറ്റവും മോശമായിട്ടാണ് കാണുന്നത്. സോ അതിലെ സെറ്റിംഗ് എന്ന് പറയുന്നത് ദി സോഷ്യൽ ഹൈറാർക്കി ഈസ് ബേസ്ഡ് ഓൺ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഹൈറാർക്കിയാണ് അവിടെ വരുന്നത്. സോ ഇതിന് ശേഷം ബ്രേവ് ന്യൂ വേൾഡ്, ന്യൂ വിസിറ്റഡ്, അല്ലെങ്കിൽ ദി ഫൈനൽ നോവൽ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി റോട്ട് മെനി അതർ സീക്വൽസ്. അതുപോലെ തന്നെ ഒരു ഐലൻഡ് എന്നുള്ളൊരു ഉട്ടോപ്പിയൻ നോവലും ആൾഡസ് ഹക്സ്ലി എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് 1984 പോലുള്ള നോവലാണ്, ജോർജ് ഓർവെലിൻ്റെ 1984 പോലുള്ള നോവലാണ് ഇതെന്നും പറയാറുണ്ട്. എനിഹൗ ഇങ്ങനെയുള്ള ഡിസ്റ്റോപ്പിയൻ വർക്ക്സ് എസ്പെഷ്യലി റിഗാർഡിംഗ് ആൾഡസ് ഹക്സ്ലി ആൻഡ് H.G. വെൽസ്, ഇവരുടെയൊക്കെ തന്നെയും നോവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ഓൾ ദീസ് വർക്ക്സ്. നമുക്ക് ബാക്കിയുള്ള വർക്ക്സും കൂടി നോക്കാം. ഇത് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. എനിഹൗ ദി തിങ് ഈസ് ദാറ്റ് ഈ ഒരു വർക്ക്സ് ഒന്ന് മിസ്സാക്കാണ്ട് നോക്കാം. ദെൻ കംസ് സൺസ് ആൻഡ് ലവേഴ്സ്. അതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. സൺസ് ആൻഡ് ലവേഴ്സ് 1913 നോവൽ ബൈ D.S. ലോറൻസിൻ്റെ സെമി ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള വർക്കാണ് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദി സെൻട്രൽ ക്യാരക്ടർ ഈസ് പോൾ മോറലിൻ്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റും പോൾ മോറലിൻ്റെ സ്ട്രഗിൾസും വാട്ട് എ യങ് ബ്രിട്ടീഷ് മാൻ ഫേസസ് ഇൻ എ ഫെമിലിയൽ വേൾഡ്, ഇൻ എ സൊസൈറ്റൽ വേൾഡ് തുടങ്ങിയ കാര്യങ്ങളാണ് D.S. ലോറൻസ് അവിടെ ഡീൽ ചെയ്യുന്നത്. പോൾ മോറൽ ഹീസ് ടോൺ ബിറ്റ്വീൻ ഹിസ് 2 ലവേഴ്സ് ആസ് വെൽ ആസ് ഹിസ് മദർ. അദ്ദേഹത്തിൻ്റെ ലവേഴ്സിൻ്റെ മദറിൻ്റെ ഇടയ്ക്ക് നിന്ന് ഹിസ് ടോട്ടലി ടോൺ അപ്പാർട്ട്. അതാണ് പറയുന്നത്. ആൻഡ് ആക്ച്വലി ദർ ഡീൽസ് വിത്ത് ദി കേസ് ഓഫ് ഈഡിപ്പിൾ കോംപ്ലക്സ് ഒരു തീമായിട്ട് വരുന്ന നോവൽ കൂടിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഓഫ് D.S. ലോറൻസിൻ്റെ ഒരുപാട് ലൈഫ് ഇൻസിഡൻസും യു ക്യാൻ ഓൾസോ സീൻ സൺസ് ആൻഡ് ലവേഴ്സിലെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പോൾ മോറലിൻ്റെ ലവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പോൾ മോറലിൻ്റെ ബ്രദർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാദർ ആൻഡ് ഫാദേഴ്സ് ജിപ്സി ലവർ, ഫാദറിനൊരു ജിപ്സി ലവർ ഉണ്ട്. അതുപോലും ലൂയിസ ഒരു ജിപ്സി ലവർ ഉണ്ട്, അതുപോലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു വർക്കാണ് സൺസ് ആൻഡ് ലവേഴ്സ് ബൈ D.S. ലോറൻസ്. വളരെയധികം സൈക്കോളജിക്കലി ഇൻസൈറ്റ്സ് ഉള്ളൊരു വർക്ക് കൂടിയാണ് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത്. സൺസ് ആൻഡ് ലവേഴ്സ് മാത്രമല്ല, ബിഫോർ 5 to 6 years നെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വിമൻ ഇൻ ലവിൽ ആ ഒരു ഡോഗിൻ്റെ പേരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് D.S. ലോറൻസിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത് D.S. ലോറൻസിൻ്റെ ക്യാരക്ടേഴ്സും ടു മാച്ച് with D.S. ലോറൻസ് വർക്ക്സ്.
മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, ദെൻ കംസ് ദി ഗ്രേപ്പ് ഓഫ് റാത്ത് ബൈ ജോൺ സ്റ്റെയിൻബർഗ്, പബ്ലിഷ്ഡ് ഇൻ 1939 പബ്ലിഷ് ചെയ്ത വർക്കാണ് ദി ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വോണ്ട് നാഷണൽ ബുക്ക് അവാർഡ് as well as പുലിസ്റ്റർ പ്രൈസ്. നാഷണൽ ബുക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്, പുലിസ്റ്റർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ലേറ്റർ ഓൺ ജോൺ സ്റ്റെയിൻബർഗിന് he was also awarded with Nobel Prize. ജോൺ സ്റ്റെയിൻബർഗിന് ലേറ്റർ നൊബേൽ പ്രൈസ് കിട്ടിയ സമയത്ത് ദിസ് വർക്ക് വാസ് മെൻഷൻഡ്, ഈ ഒരു വർക്ക് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ. അമേരിക്കൻ വോക്കാണ്. അമേരിക്കൻ വോക്കിൽ ജാസ് ഏജിൽ വരുന്ന വോക്ക്, ഗ്രേറ്റ് ഡിപ്രഷനിൽ വരുന്ന വോക്ക്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് വർക്ക് ഈസ് ബേസ്ഡ് ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നൊരു വോക്കാണ്. ആൻഡ് ദിസ് ഫോക്കസസ് ഓൺ ദി ഫാമിലി ഓഫ് ജോർഡ്സ് എന്നുള്ളൊരു ഫാമിലിയെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ കുറേ ബുദ്ധിമുട്ടുകൾ. ആക്ച്വലി ദേ ആർ എ ഫാമേഴ്സ് ഫാമിലിയാണ്. സോ ദേ ആർ ഫേസിങ് ഡ്രോട്ട്, ഇക്കോണമിക് ഹാർഡ്ഷിപ്പ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ബുദ്ധിമുട്ടുന്ന ആ ഒരു ഇക്കോണമിക് ഡിപ്രഷനാണ് വാട്ട് ഈസ് ദി തീം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ജോർഡ്സിൻ്റെ ഫാമിലി അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ ഒരു ദി ഗ്രേപ്സ് ഓഫ് റാത്ത് എന്നുള്ള ടെക്സ്റ്റിൽ ഡീൽ ചെയ്യുന്നത് ബൈ ജോൺ സ്റ്റെയിൻബർഗ്. Then comes Under the Volcano by Malcolm Lowry, published in 1947 വർക്കാണ് ഇതെന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് അബൌട്ട് ഈ ഒരു അണ്ടർ ദി വോൾക്കാനോ ആ ഒരു ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 2 വോൾക്കാനോസിൻ്റെ ടൈറ്റിൽ ബേസ് ചെയ്തിട്ടാണ്, 2 വോൾക്കാനോസിൻ്റെ നെയിംസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്നെ, ആ ഒരു ബുക്കിൻ്റെ നെയിം മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്നെ. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ആൻഡ് ദിസ് ഈസ് ദി ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് കംപ്ലീറ്റഡ് നോവൽ ഓഫ് മാൽക്കം ലൗറിയുടെ ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് കംപ്ലീറ്റഡ് നോവലാണ്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് വോൾക്കാനോസ് പോലെയാണ് റിഗാർഡിങ് സർട്ടൺ ഹ്യൂമൻ ബീങ്സ്. അതേപോലെ തന്നെ എന്താണ് നമ്മളിങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ് ഉള്ളത് എന്നുള്ളൊരു ധ്വനി വരുന്നത്, അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് തോട്ട് വരുന്നൊരു വർക്കാണ് അണ്ടർ ദി വോൾക്കാനോ ബൈ മാൽക്കം ലൗറി എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദി ക്യാരക്ടേഴ്സ്, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു കൗൺസിലിൻ്റെ ഒരു വർക്കാണ് അണ്ടർ ദി വോൾക്കാനോ ബൈ മാൽക്കം ലൗറി. ദെൻ കംസ് ദി വേ ഓഫ് ഓൾ ഫ്ലെഷ് ബൈ സാമുവൽ ബട്ട്ലർ. ഇറ്റ്സ് എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. സാമുവൽ ബട്ട്ലറിൻ്റെ നോവൽ വരുന്നത് റിട്ടൺ ബിറ്റ്വീൻ 1873 and 1884. ആക്ച്വലി ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. This is a semi-autobiographical novel based on Victorian hypocrisy. Victorian ഇറയിലുണ്ടായിരുന്ന ആ ഒരു ഹിപ്പോക്രസി ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന നോവലാണ്. Because of that and because of some autobiographical elements, he didn't publish during his lifetime. It was published posthumously by his friend. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് പോസ്റ്റ്യൂമസ് ആയിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. And it is based on പോണ്ടിഫെക്സ് ഫാമിലിയുടെ 4 generations ആണ് ഇതിലെ തീം എന്ന് പറയുന്നത്. പോണ്ടിഫെക്സ് ഫാമിലിയുടെ 4 ജനറേഷൻസ് ആണ് ഇതിലെ തീം എന്ന് പറയുന്നത്. ആൻഡ് ആ ടൈമിൽ വിക്ടോറിയൻ ഹിപ്പോക്രസി, വിക്ടോറിയൻ മൊറാലിറ്റി ഒക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. ആൻഡ് റിഗാർഡിംഗ് ദി സോഷ്യൽ ഹൈറാർക്കീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ ഡിസീസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡിനെ ക്രിട്ടിസൈസ് ചെയ്ത് സാമുവൽ ബട്ട്ലർ എഴുതിയിട്ടുള്ള വർക്കാണ്. ആൻഡ് ഹി ട്രൈസ് ടു ഡെപിക്ട് ദി 4 generations ഓഫ് പോണ്ടിഫെക്സ് ഫാമിലി. ആൻഡ് വർക്കിംഗ് ടൈറ്റിൽ വാസ് ദാറ്റ് ഓൾസോ. പോണ്ടിഫെക്സ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വർക്കിംഗ് ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ഓൺ പിന്നീടാണ് അത് ചേഞ്ച് ചെയ്തിട്ട് അതിന് ദി വേ ഓഫ് ഓൾ ഫ്ലെഷ് എന്നുള്ളത് സാമുവൽ ബട്ട്ലർ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് 1873 to 1884, ബട്ട് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി. അങ്ങനെ പോസ്റ്റ്യൂമസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന വർക്ക്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദെൻ കംസ് ദി മോസ്റ്റ് ഫേമസ് 1984 ബൈ ജോർജ് ഓർവെൽ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1945 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. 1949 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ദിസ് ഈസ് എ ഡിസ്റ്റോപ്പിയൻ വർക്ക്. നമ്മൾ നേരത്തെ ബ്രേവ് ന്യൂ വേൾഡ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള വർക്കാണ് 1984 എന്ന് പറയുന്നത്. ഇവിടെ ഇത് തന്നെയാണ്. ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഓർ ആഫ്റ്റർ സോ മെനി സെഞ്ചുറീസ്, ജോർജ് ഓർവെൽ ഈസ് റെപ്രസെൻറ്റിംഗ് എ വേൾഡ് വിച്ച് ഈസ് വേഴ്സ് ഇൻ അറ്റ്മോസ്റ്റ് കണ്ടീഷൻ, ഏറ്റവും വേഴ്സ് ആയ സിറ്റുവേഷനിൽ, ഇൻക്ലൂഡിങ് ടോട്ടലിറ്റേറിയനിസം, ഇൻക്ലൂഡിങ് ഓതറിറ്റേറിയനിസം, ഇൻക്ലൂഡിങ് സർവെയിലൻസ്, കംപ്ലീറ്റ് സർവെയിലൻസ് ആയിട്ട് ബേസ് ചെയ്തിട്ട് എല്ലാത്തിനും നോക്കുന്നൊരു ബിഗ് ബ്രദർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇവോൾവ്സ് ഫ്രം 1984. കാരണം കുറേ നാൾ കഴിഞ്ഞ് ആക്ച്വലി വാട്ട് ഹി സേസ് ദാറ്റ് 1984 ആണ് ആ ഇയർ എന്ന് പറയുന്നുണ്ട്. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് അവിടെ ടോട്ടൽ സർവെയിലൻസ് ആണ്. അതിലെ ആ ഒരു സെൻട്രൽ ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ സർവെയിലൻസ് ആണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് ദി സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ആൻ ഇമാജിൻഡ് ഫ്യൂച്ചർ. അവിടെ കംപ്ലീറ്റ്ലി എല്ലാവരും സർവെയിലൻസിൻ്റെ അണ്ടറിലാണ്. എവറിത്തിങ് ഈസ് അണ്ടർ ദി സർവെയിലൻസ് ഓഫ് ദി ബിഗ് ബ്രദർ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് എ ഡിക്റ്ററ്റോറിയൽ ലീഡർ. അയാളെല്ലാം സപ്പോസ് ടു ബി ആൻ ഡിക്റ്ററ്റോറിയൽ ലീഡർ. സോ ആരെന്തനങ്ങിയാലും എന്ത് ചെയ്താലും ഹി വിൽ നോ ഇറ്റ്. സോ ദേ വിൽ ബി പണിഷ്ഡ്, കംപ്ലീറ്റ്ലി പണിഷ് ചെയ്യുന്ന അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പഗാൻഡയിൽ ജീവിക്കേണ്ടി വരുന്ന കുറച്ചൊരു സൊസൈറ്റിയുടെ സ്റ്റോറിയാണ് ഹി ടോക്സ് ഹിയർ. ആൻഡ് ദി സെൻട്രൽ ക്യാരക്ടർ ഇസ് വിൻസ്റ്റൺ സ്മിത്ത്. ലാസ്റ്റ് ഭയങ്കര ടോർച്ചർ കാരണം
Due to heavy torture, he changes and he accepts the big brother. ബിഗിനിങ്ങിൽ ബിഗ് ബ്രദറിനെതിരായിട്ട് കുറേ നോഷൻസ് ഒക്കെ അയാൾ സെറ്റ് ചെയ്യുന്ന കാണാം, ഡയറി എൻട്രീസ് ഒക്കെ കാണാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന കാണാം. ബട്ട് ലേറ്റർ ഓൺ ഹി വാസ് ടോർച്ചേർഡ് കംപ്ലീറ്റ്ലി ആൻഡ് ഹി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. ആ ടോർച്ചറിങ് ആണ് അറ്റ് ദി എൻഡിൽ ആ ഒരു വിൻസ്റ്റൺ സ്മിത്തിൻ്റെ ആ ഒരു മൈൻഡ് തന്നെ സെറ്റായി ബിഗ് ബ്രദറിന് സപ്പോർട്ടിംഗ് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. Now coming to the next work by Richard Wright, that is Native Son, published in 1940 by Richard Wright, which is an American author. And here it tells the story of a 20-year-old Bigger Thomas. Bigger Thomas ആണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗർ തോമസ് എന്ന് പറയുന്നത് ഒരു യങ് ബ്ലാക്ക് ബോയ് ആണ്, എ ബ്ലാക്ക് യൂത്ത്. സോ 1940s എഴുതിയ വർക്കാണ്. ആ ടൈമിൽ തന്നെയും ബ്ലാക്ക് വൈറ്റ് ഡിസ്ക്രിമിനേഷൻ വളരെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ബിഗർ തോമസ് ഹു ആക്സിഡൻ്റലി കിൽസ് എ വൈറ്റ് പേഴ്സൺ. ഒരു വൈറ്റ് വിമനെ ആക്സിഡൻ്റലി ഹി കിൽസ് എ വൈറ്റ് വിമൻ. സോ വാട്ട് ഓൾ തിങ്സ് ഹി നീഡ് ടു ഫേസ് ആഫ്റ്റർ ദാറ്റ്. അതാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ഇറ്റ്സ് അറ്റ് എ ടൈം ഓഫ് റേസിസം ആൻഡ് ഹി പേസ് മച്ച് ഫോർ ഇറ്റ്. ആ ഒരു റേസിസം പീക്കിൽ നിൽക്കുന്ന ടൈമാണ്, ബ്ലാക്ക് വൈറ്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ അറ്റ് ദി പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. ആൻഡ് ഹി പേസ് ഫോർ ദാറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടിയിട്ട് അതിലൊരു അഡ്വക്കേറ്റ് ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലീഗലി വരുന്നതും അതിനെ ബേസ് ചെയ്ത് ബിഗർ തോമസ് ഫേസ് ചെയ്യുന്ന കുറേ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സും ഓൾ ദീസ് തിങ്സ് ബേസ്ഡ് ഓൺ ഓർ സെറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു റേസിസ്റ്റ് അമേരിക്കയാണ്. Okay, published in 1940. Then comes Henderson, The Rain King, is a 1959 novel by Saul Fellow. And it's a work of philosophical discourse. ഒരു kind of philosophical discourse ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദി സെൻട്രൽ ക്യാരക്ടർ ഇസ് യുജീൻ ഹെൻഡേഴ്സൺ. യുജീൻ ഹെൻഡേഴ്സൺ അതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. യുജീൻ ഹെൻഡേഴ്സൻ്റെ ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനും ആൻഡ് ഹി ഈസ് ട്രൈങ് ടു ഡിസ്കവർ വാട്ട് ഹി വാണ്ട്. അത് യുജീൻ ഹെൻഡേഴ്സൺ പറയുന്നൊരു വേർഡ് ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യുജീൻ ഹെൻഡേഴ്സൺ ഐ വോണ്ട് എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ദാറ്റ് ഈസ് ദി റെപ്പറ്റീഷൻ ഓർ ദി സെൻറ്റൻസ് മെയ്ഡ് ബൈ യുജീൻ ഹെൻഡേഴ്സൺ. യുജീൻ ഹെൻഡേഴ്സൺ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറയുന്ന ആ ഒരു വേർഡ്സ് ആണ് ഐ വോണ്ട്. ബട്ട് വാട്ട് ഹി നീഡ്സ് ഈസ് നോട്ട് അറ്റ് ഓൾ ക്ലിയർ. എന്താണ് വേണ്ടതെന്നുള്ളത് ക്ലിയർ അല്ല. ആൻഡ് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ വെരി ഹാപ്പി. സോ ഹി ഗോസ് ടു എ ജേർണി ടു ആഫ്രിക്ക. ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയാണ്, സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്, സെർച്ചിങ് ഫോർ ഹിസ് ഓൺ എക്സിസ്റ്റൻസ്. അങ്ങനെ കുറച്ച് ഫിലോസോഫിക്കൽ ആയിട്ടുള്ളൊരു ഡിസ്കോഴ്സ് ആണ് ഈ ഒരു ഹെൻഡേഴ്സൺ ദി റെയിൻ കിങ് by Saul Bellow എന്ന് പറയുന്നത്. At last for searching the answer he goes to Africa. That is the work Henderson the Rain. Then comes USA trilogy by John Dos Passos. John Dos Passos എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്റർ ആണ്. എപ്പോഴും ട്രിലജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിലജീസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിഗാർഡിങ് സാമുവൽ ബെക്കറ്റിൻ്റെ ട്രിലജി, ചിനു അച്ചീബിയുടെ ട്രിലജി, അങ്ങനെ മേജർ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ട്രിലജി എപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ട്രിലജി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ട്രിലജി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ട്രിലജി എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. സോ USA ട്രിലജി ബൈ ജോൺ ഡോസ് പാസോസ്. ആൻഡ് ഇതിൽ ട്രിലജി എന്ന് പറയുമ്പോൾ 3 വർക്ക്സ് ആണ് വരുന്നത്. ആൻഡ് ദി ഫസ്റ്റ് വൺ ഈസ് ദി 42nd parallel. The first one is 42nd parallel, published in 1930. Then comes 1919 in 1932 and The Big Money in 1936. അങ്ങനെ 3 വർക്കാണ് ഈ ഒരു ട്രിലജിയിൽ വരുന്നത്. ബിഗ് മണി ഇൻ 1936. ഒരുപാട് ലിറ്റററി ടെക്നിക്സ്, ഒരുപാട് ലിറ്റററി എക്സ്പെരിമെൻറ്റേഷൻസ് വന്നിട്ടുള്ള വർക്കാണ്. മൾട്ടിപ്പിൾ ഫോക്കലൈസേഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സിലൂടെയാണ് പ്ലോട്ട് വരുന്നത്. അതേപോലെ ഫിക്ഷണൽ നറേറ്റീവ്സ് ടെല്ലിംഗ് ദി ലൈഫ് സ്റ്റോറീസ് ഓഫ് വേരിയസ് ജനറേഷൻസ്. അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ റിഗാർഡിംഗ് യു ക്യാൻ സീ ദി ക്യാരക്ടേഴ്സ് ഓഫ് ഹെൻറി ഫോർഡ്. അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസ് വരുന്നിട്ടുള്ള ഒരു വർക്കാണ് USA ട്രിലജി എന്ന് പറയുന്നത്. ട്രിലജി ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ട്രിലജി ഈ ഒരു 3 വർക്കും വളരെ ഡീപ്പായിട്ട് നോക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിലെ പെർസ്പെക്റ്റീവ്സ്, അതിലെ സെറ്റിംഗ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി എക്സ്പെരിമെൻറ്റേഷൻ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഈസ് ഓൾസോ യൂസ്ഡ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിനെ ക്യാമറ ഐ എന്നുള്ള നെയിമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യാമറ ഐ ഉണ്ട്, അത് ടൈറ്റിൽ ക്യാമറ ഐ. Then comes The Sound and the Fury, the most famous one by William Faulkner, published in 1929. 1929 പബ്ലിഷ് ചെയ്ത വർക്കാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇൻക്ലൂഡിംഗ് ആയിട്ട് ഒരുപാട് എല്യൂഷൻസ്, ഒരുപാട് ലിറ്റററി ടെക്നിക്സ് വരുന്നൊരു വർക്കാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഫ്രം വേർ ദി ടൈറ്റിൽ ഈസ് ടേക്കൺ. ഇങ്ങനെ വരുന്ന ടൈറ്റിൽസിനെയൊക്കെ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ഷേക്സ്പിയറിൻ്റെ ലൈൻസിൽ നിന്നാണ് ദിസ് ടൈറ്റിൽ ഈസ് ടേക്കൺ ഫ്രം.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിൽ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ കംസ് Catch 22 വിച്ച് ഈസ് ദി ഫേമസ് വർക്ക് ഓഫ് ജോസഫ് കെല്ലർ. നമ്മൾ പോസ്റ്റ് മോഡേൺ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു വർക്കാണ് Catch 22 എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ജോസഫ് കെല്ലറിൻ്റെ ഡെബ്യൂ നോവലാണ് ശരിക്കും ക്യാച്ച്. ആക്ച്വലി ഹി ബിഗാൻ റൈറ്റിംഗ് ഇൻ 1953, പിന്നീട് 61 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് പേഴ്സൺ ഒംനിസിയൻ നറേഷനിലാണ് ഇത് പറയുന്നത്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ദിസ് ഈസ് സെറ്റ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് Catch 22. ആൻഡ് ഇറ്റ്സ് ആൻ ആൻറ്റി വാർ ഫിക്ഷൻ. കാരണം ഇറ്റ് ഡിസ്കസസ് അബൌട്ട് ദി അബ്സർഡിറ്റി ഓർ ദി ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ എത്രത്തോളമാണ് മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നൊരു വർക്കാണ്. ദാറ്റ്സ് വൈ ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ആൻറ്റി വാർ നോവൽ. വാർ നോവൽസും ആൻറ്റി വാർ നോവൽസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഉട്ടോപ്യൻ ഡിസ്റ്റോപ്യൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും ഇറ്റ് ഡിസ്കസസ് അബൌട്ട് ദി വേൾഡ് വാർ സെക്കൻഡ് ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ US ആർമി ബോംബ് ചെയ്യുന്നതും അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെറ്റിങ്ങിൽ വരുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് Catch 22 ഡീൽ ചെയ്യുന്നത്. സോ ഓൾ ദീസ് 5 വർക്ക്സ് ആർ ഡിസ്കസ്ഡ്. ദെൻ കമ്മിങ് ടു ദി ലാസ്റ്റ് ഓഫ് ദി 5 വർക്ക്സ്, ടു ദി ലൈറ്റ് ഹൗസ് ബൈ വെർജീനിയ വൂൾഫ്. മോഡേണിസ്റ്റ് നോവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന വെർജീനിയ വൂൾഫിൻ്റെ വർക്കാണ് ടു ദി ലൈറ്റ് ഹൗസ് ബൈ വെർജീനിയ വൂൾഫ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി ഡീറ്റെയിൽസ് ഓഫ് റാംസെ ഫാമിലിയുടെ വേരിയസ് ജനറേഷൻസ് ആണ് ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത്. സെറ്റ് ബിറ്റ്വീൻ 1910 to 20. 1910 to 20 ബിറ്റ്വീൻ ആണ് ഈ ഒരു വർക്കിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദി വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ദി ടെക്സ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. 3 പാർട്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദി വിൻഡോ, ടൈം പാസസ് ആൻഡ് ദി ലൈറ്റ് ഹൗസ്, അങ്ങനെ 3 പാർട്സിലാണ് ടു ദി ലൈറ്റ് ഹൗസ് ബൈ വെർജീനിയ. ആ ഒരു 3 പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റാംസെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ മേജർ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഓരോ വർക്കിനും ഇൻ്റർലൂഡ് കഴിഞ്ഞ ശേഷം 10 ഇയേഴ്സിന് ശേഷമാണ് തേർഡ് പാർട്ട് ദി ലൈറ്റ് ഹൗസ് എന്നുള്ള പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു ആഫ്റ്റർനൂണിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു മോർണിംഗിലാണ് അത് എൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് ആൻ അമേരിക്കൻ ട്രാജഡി ബൈ തിയോഡർ ഡ്രീസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1925 വർക്കാണ് ആൻ അമേരിക്കൻ ട്രാജഡി എന്ന് പറയുന്നത്. സോ അമേരിക്ക എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വർക്ക്സ് എല്ലാം തന്നെയും ഏതർ ബ്രിട്ടീഷ്, അമേരിക്കൻ ഓർ ഇന്ത്യൻ ആണ്. സോ അതിലെ നോവൽസ് ഒക്കെ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി നൊട്ടോറിയസ് മർഡർ ഓഫ് ഗ്രേസ് ബ്രൗൺ മർഡർ ചെയ്യപ്പെട്ടതും ആൻഡ് ദി ട്രയൽ ഓഫ് ഹർ ലവർ ചെസ്റ്റർ ഗില്ലറ്റിൻ്റെ ട്രയലും ഒക്കെ തന്നെയാണ് ബേസ്ഡ് ഓൺ റിയൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രേസ് ബ്രൗണിൻ്റെ മർഡറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്ലോട്ടാണ് അമേരിക്കൻ ട്രാജഡി ബൈ തിയോഡർ ഡ്രീസർ എന്ന് പറയുന്നത്. ദെൻ കംസ് ദി മോസ്റ്റ് ഫേമസ് സ്ലോട്ടർ ഹൗസ് 5 ബൈ റാൽഫ് എലിസൺ. സ്ലോട്ടർ ഹൗസ് 5 ഓർ ദി ചിൽഡ്രൻസ് ക്രുസേഡ്, മറ്റൊരു നെയിം എന്ന് പറയുന്നത് ദി ചിൽഡ്രൻസ് ക്രുസേഡ് എന്നുള്ളതാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1969. റാൽഫ് എലിസണിൻ്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് ദി സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ വേൾഡ് വാർ സെക്കൻഡ് ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ആൻഡ് ദി മെയിൻ ക്യാരക്ടർ ഇസ് ബില്ലി പിൽഗ്രിം. റാൽഫ് എലിസൺ കടന്നുപോയിട്ടുള്ള സെയിം സിറ്റുവേഷൻസ് ആണ് വാട്ട് ബില്ലി പിൽഗ്രിം ഓൾസോ റെപ്രസെൻറ്റ്സ്. ബില്ലി പിൽഗ്രിം ആക്ച്വലി വാറിലൊക്കെ ഈ പറഞ്ഞ പോലെ വാറിൻ്റെ കുറേ സൈക്കോളജിക്കൽ ട്രോമാസ് ബില്ലി പിൽഗ്രിമിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ സ്ലോട്ടർ ഹൗസ് 5 എന്ന് പറയുന്നത്. ഹി വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ ട്രോമാസ് മെയ്ഡ് ബൈ വേൾഡ് വാർ സെക്കൻഡ് കൊടുത്തിട്ടുള്ള കുറേ സൈക്കോളജിക്കൽ ട്രോമാസ് ആണ് ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ദെൻ കംസ് ദി മോസ്റ്റ് ഫേമസ് ആനിമൽ ഫാം ബൈ ജോർജ് ഓവലിൻ്റെ സറ്റേറിക്കൽ അലിഗറിക്കൽ നോവലാണ് ആനിമൽ ഫാം ബൈ ജോർജ് ഓവൽ, പബ്ലിഷ്ഡ് ഇൻ 1945, and it was a harsh criticism against Stalinist government. Actually ആ ഒരു റഷ്യൻ റെവല്യൂഷൻ, ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ വേർഡ്സ് ഇട്ട് ഒരുപാട് ലൈൻസ് ഉണ്ട്. സം ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ, അങ്ങനെയുള്ള കുറേ ലൈൻസ് ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഓരോ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ്, ഇപ്പോൾ നെപ്പോളിയൻ റെപ്രസെൻറ്റ് സ്റ്റാലിൻ. ഇതിൽ അനിമൽ ഫാമിൽ നടക്കുന്ന ഒരു റിബല്യൻ ആണ്. ആ റിബല്യൻ ബിട്രേ ചെയ്യപ്പെടുന്നതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഒരു പിഗാണ് നെയിംഡ് നെപ്പോളിയൻ ആണ് അതിൽ ലീഡറായിട്ട് വരുന്നത്. വിച്ച് മെയ്ഡ് ദി സിറ്റുവേഷൻ ഓഫ് ദി ഫാം മോർ ദാൻ എവർ. ആ ഒരു വേഴ്സ് ആയിട്ട് സിറ്റുവേഷനായിട്ട് മാറും. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജ് ഓവൽ എഴുതിയിട്ടുണ്ടായിരുന്ന വർക്കാണ് അനിമൽ ഫാം in 1945. Then comes A Passage to India by E.M. ഫോസ്റ്ററിൻ്റെ വർക്കാണ് എ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. സോ എ പാസേജ് ടു ഇന്ത്യ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1924 വർക്കാണ് E.M. ഫോസ്റ്ററിൻ്റെ. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻസ് ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡിലെ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻസും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഡിസ്കസസ് അബൌട്ട്. ആൻഡ് 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ അസീസ് ആണ്.
ഓക്കെ, ഡോക്ടർ അസീസ് ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ബാക്കി അതർ ബ്രിട്ടീഷ് ഫ്രണ്ട്സ് ഉണ്ട്. അവർ മെറാബോ കേവ്സ് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നതും അവിടെ വെച്ച് അതിലൊരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അദീല. മിസ് അദീലയ്ക്ക് ഷി ഫീൽസ് ലൈക്ക് ഡോക്ടർ അസീസ് മൊളസ്റ്റ് ചെയ്തതായിട്ട് ഷി ബിലീവ് സോ. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്ത് പോകുന്നതും ആൻഡ് പിന്നീട് ആ ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ അത് എഫക്ട് ചെയ്യുന്നതുമാണ് അതിൻ്റെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ തിങ് ഈസ് ദറ്റ് എ പാസേജ് ടു ഇന്ത്യ, ദി ടൈറ്റിൽ ഈസ് ടേക്കൺ ഫ്രം വാൾട്ട് വിറ്റ്മാൻസ് ലീവ്സ് ഓഫ് ഗ്രാസ്. ടൈറ്റിൽ എടുത്തിരിക്കുന്നത് വാൾട്ട് വിറ്റ്മാൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസിൽ നിന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഓൾ ദീസ് വർക്ക്സ്. Now coming to the last one, that is the Ambassadors by Henry James, which was published in 1903. So Henry James's works ഒക്കെ തന്നെയും പോലെ ഇറ്റ്സ് ഓൾസോ എ സൈക്കോളജിക്കൽ ഡാർക്ക് ഹൊറർ വർക്ക്, ഒരു ഡാർക്ക് കോമഡി ആണ് ഇതിൽ അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി ക്യാരക്ടർ ലൂയിസ് ലംബർട്ട് സ്ട്രെതർ. The novel is written from a third person view. ഹെൻറി ജെയിംസിൻ്റെ വർക്ക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ സീ സം സൈക്കോളജിക്കൽ നറേറ്റീവ്സ് ദെയർ. സോ അതേപോലെ തന്നെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ നറേറ്റീവ് ആൻഡ് ദി സെൻട്രൽ ക്യാരക്ടർ ഈസ് ലൂയിസ് ലംബർട്ട് ആണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദി ഗുഡ് സോൾജിയർ ബൈ ഫോർഡ് മെഡോക്സ് ഫോർഡ്. ഇറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ 1915 പബ്ലിഷ് ചെയ്ത വർക്കാണ് ദി ഗുഡ് സോൾജിയേഴ്സ് ബൈ ഫോർഡ് മെഡോക്സ് ഫോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ വേൾഡ് വാർ ഫസ്റ്റ്. നമ്മൾ വേൾഡ് വാർ സെക്കൻഡ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ് പഠിച്ചു. ദിസ് ഈസ് ബേസ്ഡ് ഓൺ വേൾഡ് വാർ ഫസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ്, വേൾഡ് വാർ സെക്കൻഡ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ്, ആൻറ്റി വാർ വർക്ക്സ്, വാർ ബേസ്ഡ് ആയിട്ടുള്ള ഫിക്ഷൻസ്, ഇതെല്ലാം തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും ഹി ഓൾസോ യൂസസ് ദി ലിറ്റററി ടെക്നിക് ഓഫ് ലിറ്റററി ഇംപ്രഷനിസം യൂസ് ചെയ്യുന്നൊരു വർക്കാണ് ദി ഗുഡ് സോൾജിയർ ബൈ ഫോർഡ്, which was based on World War First. Then comes A Handful of Dust by Evelyn Waugh, which was written in 1934. അതും പ്രീ വേൾഡ് വാർ സെക്കൻഡ് ടൈമിൽ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ് ഈ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹാവ് സം കൈൻഡ് ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ്. ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോണി ലാസ്റ്റ് ആണ്. ഈ ടോണി ലാസ്റ്റ് ഒരു ജംഗിളിലേക്ക് പോകുന്നത്, ഒരു ബ്രസീലിയൻ ജംഗിളിലേക്ക് പോകുന്നതും ആ ജംഗിളിൽ വെച്ച് ഹി ഫേസസ് സം കൈൻഡ് ഓഫ് മാനിയാക്സ്, കുറേ മാനിയാക്സിൽ പ്രിസണറായിട്ട് മാറുന്നതും ആൻഡ് ദി ടോർച്ചേഴ്സ് ഹി ഫേസസ് ദെയർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഈവ്ലിൻ വോ ഓൾസോ ഫേസ്ഡ് ദോസ് തിങ്സ് ഇൻ ഹിസ് ലൈഫ്. അങ്ങനെ കുറച്ച് സെമി ഓട്ടോബയോഗ്രഫിക്കലുള്ള എലമെൻറ്റ്സ് ഉള്ള വർക്കാണ് ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ഹവാർഡ്സ് എൻഡ് ബൈ ഇ എം ഫോസ്റ്ററിൻ്റെ മാസ്റ്റർ പീസ് എന്ന് നമ്മൾ പറയുന്ന വർക്കാണ് ഹവാർഡ്സ് എൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് published in 1910. is about social conventions, codes and conducts in relationships. He always preferred human relationships. എല്ലാത്തിലും അതിൽ ഈ ഹവാർഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പിഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഗ്രാഫ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി എപ്പിഗ്രാഫ് ഈസ് ഒൺലി കണക്ട് എന്നുള്ളതാണ് ഹവാർഡ്സിൻ്റെ എപ്പിഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുക, നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇ എം ഫോസ്റ്റർ ഓൾവേസ് മെന്റ് ടു ബി. ആൻഡ് ഹി വാസ് ട്രൂലി സ്പിരിച്വൽ ആൻഡ് ഫിലോസോഫിക്കൽ about relationships. So the epigraph for Howard's End was the only connect. Then comes Midnight Stiller, the most famous novel by Salman Rushdie, published in 1981, which was based on Sinai family. സലീം സിനായി ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. സലീം സിനായിയുടെ പേഴ്സ്പെക്റ്റീവിൽ വരുന്ന നോവലാണ് മിഡ്നൈറ്റ് ചിൽഡ്രൻ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ബിഗിനിങ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സലീം സിനായി ആക്ച്വലി ആ ഒരു പാർട്ടീഷൻ ടൈമിൽ ആ ഒരു മിഡ്നൈറ്റിലാണ് സലീം സിനായി ജനിക്കുന്നത്. ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇന്ത്യൻസിൻ്റെ ഫ്രീഡം കിട്ടുന്ന ആ ഒരു 1947 ഓഗസ്റ്റ് 15 ആ ഒരു 14th മിഡ്നൈറ്റ് അല്ലെങ്കിൽ 15th ബിഗിനിങ് അങ്ങനെയാണ് ജയിക്കുന്നത്. സോ 15th ഓഗസ്റ്റ് 1947 ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് 12 AM ജനിക്കുന്നത്. അങ്ങനെയുള്ള ചിൽഡ്രന് ആക്ച്വലി ദേ ഹാവ് സം സൂപ്പർ പവേഴ്സ്, കുറച്ച് സൂപ്പർ പവേഴ്സ്, സ്പെഷ്യൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് സലീം യൂസസ് ദാറ്റ് ടെലിപ്പത്തിക് പവേഴ്സ്. സലീം ആ ഒരു ടെലിപ്പത്തിക് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നീട് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ബേസ്ഡ് ഓൺ. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ സിനായി ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വർക്കാണ്. ഓക്കെ, ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉപയോഗിക്കുന്ന വർക്ക്സ്, മൾട്ടിപ്പിൾ ലീനിയാരിറ്റിയിൽ വരുന്ന വർക്ക്സ്, മൾട്ടിപ്പിൾ ഫോക്കലൈസേഷനിൽ വരുന്ന വർക്ക്സ്, നോൺ ലീനിയർ ആയിട്ട് വരുന്ന വർക്ക്സ്, ക്രൊണോളജിക്കൽ ഓർഡറിൽ വരാത്ത വർക്ക്സ്, ഇങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് more than 20 ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽ. സോ നമ്മൾ മിസ്സാക്കാത്ത ഒരു 20 ടെക്സ്റ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. സോ ഇതേപോലുള്ള ഏതൊക്കെ ടെക്സ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റുകളുടെ ബിഗിനിങ് ലൈൻ പഠിക്കണം, ഏതൊക്കെ ടെക്സ്റ്റുകളുടെ എൻഡിങ് ലൈൻ പഠിക്കണം, ഏതൊക്കെ പോംസ് നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. സോ ഓൾ ദീസ് തിങ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി പ്രോപ്പർ ആൻസർ ഈസ് വി ആർ ഓൾവേസ് ഓപ്പൺ വിത്ത് JRF ട്രാക്ക് ബാച്ച്. JRF ട്രാക്ക് ബാച്ച് നമ്മുടെ ഇപ്പോഴും ഓപ്പൺ ആണ്. നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ട്, കാരണം നമ്മൾ എക്സാമിന് വളരെ നിയർ ആയിട്ടുണ്ട്. JRF ക്ലബ്ബും
PYQ ഡിസ്കഷൻസും അങ്ങനെ ഹോൾ സിലബസിൻ്റെ കവറേജും നിങ്ങൾക്ക് റെക്കോർഡ് ലെസൺസും ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് എവറിത്തിങ് ഈസ് റെഡി ഫോർ യു. ഏഫറിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. സോ ഗ്രാബ് യുവർ അഡ്മിഷൻ വെരി സൂൺ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദി ടീം ഓഫ് Aifer വിൽ ബി കോൺടാക്റ്റിംഗ് യു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സോ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസിന് ഓഫേഴ്സ് ഉണ്ട്. 10% ഉണ്ട്, മദേഴ്സിന് 20%, ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ 30%, ഇഫ് യു ആർ ആൻ എലുമിനി ഓഫ് Aifer നിങ്ങൾക്ക് 35% അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ നമ്മൾ പേപ്പർ 1-നാണെങ്കിലും പേപ്പർ 2-നാണെങ്കിലും ഫ്രീ ആയിട്ട് ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ലേണിംഗ് മെറ്റീരിയൽസ് കൂടാതെ ക്ലാസ്സസും PYQസും ക്വസ്റ്റ്യൻസും എവറിത്തിങ് ഈസ് അവൈലബിൾ ദെയർ. സോ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ ദി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫ്രം വെയർ യു ക്യാൻ ആക്സസ് ഓൾ ദീസ് തിങ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിൽ നല്ല രീതിയിലുള്ളൊരു നിങ്ങൾക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.